ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ അന്ന് ഈദ് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ നാത്തൂനും മോനും ഗൾഫിലേക്ക് പോകുന്ന ഒരുക്കങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ അന്ന് നമ്മൾ പെട്ടിക്കെട്ടലൊക്കെ കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട്. രാത്രി 1 മണീൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ അവർ പോകുന്നത്. അങ്ങനെ നമ്മളൊരു 10:30 കൂടി എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്, നാത്തൂനെ കൊണ്ടാക്കാനായിട്ട്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എയർപോർട്ടിൽ എത്തുമ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു കൗണ്ടറിൽ വണ്ടി നമ്പറൊക്കെ ഇതാക്കിയിട്ടാണല്ലോ നമ്മൾ അകത്ത് കയറുക, പാർക്കിംഗ് ഫീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്ട് നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ കുറച്ച് നേരം നമ്മൾ പുറത്തേക്ക് നിന്ന ശേഷമാണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. ഏകദേശം ഒരു 3 മണിക്കൂർ മുന്നേ ആണല്ലോ നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കേണ്ടി. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് കുറച്ചധികം ടൈം തന്നെ പുറത്ത് നിന്ന ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ ദാണ്ട് വണ്ടി നമ്മുടെ ഇറക്കിയിട്ട് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അനിയനാണ് ഡ്രൈവ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ പെട്ടിയൊക്കെ എടുത്തൊരു ട്രോളി എടുത്ത് നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാത്തൂനും മോനും നല്ല സങ്കടമാണ് കേട്ടോ നമ്മളെയൊക്കെ വിട്ടു പോകുന്നതിൻ്റെ. അപ്പോൾ അതാണ്ട് നമ്മളെല്ലാവരും ഒരു സെൽഫി കാര്യങ്ങൾ അങ്ങനെയൊക്കെ എടുത്തു. അതിനുശേഷം കുറച്ച് സമയം അവിടെ നിന്നിട്ട് നമ്മളന്ന് യാത്രയെ പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവരെ അകത്തേക്ക് വിടാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ വീഡിയോയിലൊരു സൗണ്ട് ഉണ്ടാവും കേട്ടോ, നല്ല മഴയാണ് പുറത്ത്. നിങ്ങളെ നാട്ടിലൊക്കെ നല്ല മഴയായിരിക്കുമല്ലോ, പെരുന്നാൾ കഴിഞ്ഞപ്പോഴേ മഴ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ താണ്ടേ നമ്മൾ അവരെ ഉള്ളിലേക്ക് ഫസ്റ്റ് നമ്മുടെ ടിക്കറ്റും വിസയൊക്കെ കാണിച്ച് അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അകത്ത് ആ ഒരു ടൈം ആര് പോയാലും ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണല്ലേ, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആവും. അപ്പോൾ താണ്ടേ അവർ കയറി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവർക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തു. അവർ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോയപ്പോഴാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ, നമുക്ക് പിറ്റേന്ന് പെരുന്നാളാണ്. അപ്പോൾ ആ തിരക്കും കൂടി ഉണ്ട്. അപ്പോൾ അതാണ്ട് കുട്ടികൾക്ക് എടുത്ത ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി കളക്ഷനായിരുന്നു. വലിയ അത്യാവശ്യം റേറ്റൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. മോനിക്കും മോൾക്കും എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷോർട്സ് 249 രൂപയും കണ്ടേ ഉള്ളൂ കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻ്റ് ആക്കാം. അങ്ങനെ മോൾക്ക് 2 ഷോർട്സും അതുപോലെ ഇതുപോലത്തെ ടീഷർട്ട് മാതിരിയുള്ള 2 ഷോർട്ട് ടോപ്പും കൂടി എടുത്തിട്ടുണ്ട്. മോനിക്ക് അതുപോലെ തന്നെ നമ്മളെ ജീൻസിൻ്റെ 3/4 നിക്കറില്ലേ, ഷോർട്ട് വരുന്ന ആ ഒരു ടൈപ്പ് നിക്കറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ അതിന് വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ടീഷർട്ടും എടുത്തിട്ടുണ്ട്. പിന്നെന്താ, നല്ല ക്വാളിറ്റിയും അതുപോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മക്കൾക്ക് ഇട്ടാറയും കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ മോനിക്ക് ഒരു സെറ്റ് നമ്മുടെ നിക്കറും ഉടുപ്പും കൂടെ ആയിട്ട് വരുന്ന ഒരു സെറ്റ് കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ പോയിട്ടുള്ളത് പോത്തൻകോടുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷനുണ്ട്. കിഡ്സ് വെയർ അടിപൊളി കളക്ഷനാണ് കേട്ടോ. അതുപോലെ തന്നെ ലേഡീസും നല്ല കളക്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെന്താ, പിന്നെ നമുക്ക് നാത്തൂനേക്ക് കൊണ്ടാക്കി വന്നു. പിറ്റേ ദിവസം നമുക്ക് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈലാഞ്ചി ഇടക്കവും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് പിറ്റേന്ന് നമുക്ക് പെരുന്നാളാണ്. അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും ഈദ് മുബാറക്ക്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ രാവിലെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം കാപ്പി കുടിക്കലാണ്. നമ്മളിന്ന് കാപ്പി കുടിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പാലാടയാണ് കേട്ടോ. ഈ പാലാടയുടെ റെസിപ്പി ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂട് പാലാടയും ബീഫ് വരട്ടിയതാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇന്നത്തെ ലഞ്ച്, നമ്മുടെ ബിരിയാണി വെക്കുന്നത് അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ, കൊച്ചുമ്മാടെ വീട്ടിൽ. അപ്പോൾ അവിടെയാണ്. അപ്പോൾ നമ്മുടെ കാപ്പി കുടിയൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോകും. അപ്പോൾ അതാണ്ട് ഞാനും ഉമ്മയും മക്കളും കൂടി കാപ്പി കുടിക്കലാണ്. നമസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ പാലാടയും, ഈ പാലാട ഒരു തേങ്ങാപ്പാലൊക്കെ ഒരുപാട് പേർക്ക് അറിയാവും കേട്ടോ. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്, കഴിക്കാനും ടേസ്റ്റിയാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ കൂട്ടി കഴിക്കുന്നത് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് ബീഫാണ്. നല്ല റോസ്റ്റ് ചെയ്തിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മൊത്തത്തിൽ ഇരുന്ന് ഒന്ന് ഫുഡൊക്കെ കഴിച്ചു.
അപ്പോൾ ഇത് പിറ്റേ ദിവസമല്ലേ, അപ്പോൾ നമ്മുടെ നാത്തൂനും മോനും സേഫായിട്ട് തന്നെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ അവർ ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മൾ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കൊച്ചുമ്മാൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കൊച്ചുമ്മ നമ്മുടെ ഉച്ചയ്ക്കുള്ള ബിരിയാണിയുടെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഞങ്ങൾ 3 ഫാമിലിയും കൂടി ഒരുമിച്ചായിരുന്നു അന്നത്തെ നമ്മുടെ ഈദെന്ന് പറയുന്നത്. അപ്പോൾ അതാണ്ട് കൊച്ചുമ്മ ഇതുപോലെ ദം ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ചെന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് കൊച്ചുമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ മുന്നേ പല വീഡിയോയിലും കൊച്ചുമ്മാൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, കൊച്ചുമ്മാൻ്റെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ പല വീഡിയോയിലും കൊച്ചുമ്മ ഉണ്ടാക്കുന്ന ഫുഡുകൾ ഞാൻ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ്ട് ഇന്ന് നല്ല അടിപൊളി മസാലയോട് കൂടി അടിപൊളി ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ദം ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ എത്തിയത്. ആ സമയത്ത് വീഡിയോ ഷൂട്ടാക്കിയതാണ് കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാനിതിൽ ഷെയർ ആക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണം എന്നാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കിയാൽ ഞാനതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒരു ദിവസം ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ്ട് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ചോറ് കൊടുത്തു, സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ മസാല ചെയ്തു, പിന്നെ നമ്മുടെ മല്ലിയില അതുപോലെ എല്ലാ ഐറ്റംസും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ വീണ്ടും ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ദം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് കാണാനും അല്ലെങ്കിൽ അത് ചെയ്യാനും എനിക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ ഞാനിത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കൊച്ചുമ്മ പറയുന്നുണ്ട് വീഡിയോ പിടിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മളെല്ലാ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അധികം തന്നെ കൊച്ചുമ്മ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു നമ്മുടെ ഈ ചോറിന്, നല്ല അടിപൊളി നെയ്യിൻ്റെ മണവും. അപ്പോൾ കുറച്ച് കൊച്ചുമ്മ ഒഴിക്കുമ്പോൾ നല്ല ഒരുപാട് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ ചോറിനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പിന്നെ ദമ്മൊക്കെ കഴിഞ്ഞു, നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ലഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചു. ആ ഒരു വീഡിയോ ഒന്നും ഞാൻ പ്രത്യേകിച്ച് പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടി ആ ഒരു ടൈം എന്തായാലും നല്ല തിരക്കായിരിക്കുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് മക്കൾ കുറച്ച് അടിച്ച് പൊളിക്കാനായിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അവർ നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് ഒരു 3 മണി ടൈം ആവുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കി ഒരു ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ രീതിക്കുള്ള വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു അടിപൊളി ഈദായിരുന്നു കേട്ടോ നമ്മുടേത്. നിങ്ങളുടെ ഈദുമൊക്കെ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഇവർ പോയൊരു ചെറിയ സങ്കടം കൂടി ഉണ്ട് കേട്ടോ. എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ആകാത്ത വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.